ഈശോയിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞവരെ, ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 68-ാമത്തെ തിരുവചനം. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ, അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചു. ഉണ്ണീശോയെ ഹൃദയത്തിൻ്റെ അൾത്താരയിൽ സ്വീകരിക്കുന്നതിന് നാമൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സക്കറിയായുടെ പ്രവചനഗീതത്തെ നമുക്കൊരുമിച്ച് ധ്യാനിക്കാം. എല്ലാ വൈദികരും സന്യസ്തരും തങ്ങളുടെ പ്രഭാത പ്രാർത്ഥനയുടെ ഭാഗമായി അനുദിനം ഈ പ്രവചനഗീതം പ്രാർത്ഥിക്കാറുണ്ട്. ബെനഡിക്തുസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പ്രവചനഗീതം പേര് സൂചിപ്പിക്കും പോലെ സമസ്ത പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ വാഴ്ത്തിക്കൊണ്ടാണ് ആരംഭിക്കുന്നത്. സക്കറിയായുടെ പ്രവചനഗീതത്തിൻ്റെ പശ്ചാത്തലമൊന്ന് നമുക്ക് ധ്യാനിക്കാം. ദൈവജനത്തിനു വേണ്ടി ജെറുസലേം ദേവാലയത്തിൽ ബലികൾ അർപ്പിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതനായിരുന്നു സക്കറിയ. ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനം റോമൻ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിന് കീഴിലായിരുന്നു. മറ്റേതൊരു പുരോഹിതനെയും പോലെ ഈ അടിമത്തത്തിൻ്റെ നുകം നൽകുന്ന നിരാശ സക്കറിയായുടെ ഹൃദയത്തെയും ഗ്രസിച്ചിരുന്നിരിക്കണം. അതിവിശുദ്ധ സ്ഥലത്തിന് പിറകിലുള്ള അൾത്താരയിലാണ് പുരോഹിതർ ധൂപം അർപ്പിച്ചിരുന്നത്. ഒരിക്കൽ ഈ അൾത്താരയിൽ ധൂപം അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗബ്രിയേൽ ദൈവദൂതൻ സക്കറിയായ്ക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സ്നാപയോഹന്നാന്റെ ജനനത്തെക്കുറിച്ചുള്ള മംഗളവാർത്ത അറിയിക്കുന്നത്. എന്നാൽ സക്കറിയ ഈ മംഗളവാർത്തയോട് പ്രത്യുത്തരിക്കുന്നത് താൻ വൃദ്ധനാണെന്നും തൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണെന്നുള്ള നിസ്സഹായ അവസ്ഥ പങ്കുവെച്ചുകൊണ്ടാണ്. ദൈവജനത്തിന് പ്രത്യാശയുടെ ദീപമാകേണ്ടവനാണ് പുരോഹിതൻ. ദൈവം നൽകിയ ഈ മംഗളവാർത്ത സംശയിച്ചത് നിമിത്തം പുരോഹിതനായ സക്കറിയ ഊമനായി തീരുകയാണ്. അങ്ങനെ എലിസബത്തിന്റെ പ്രസവകാലം മുഴുവൻ ഊമനായി തുടരുന്ന സക്കറിയ സംസാരിച്ചു തുടങ്ങുന്നത് സ്നാപയോഹന്നാന്റെ ജനനത്തിന് ശേഷം അവന്റെ പരിച്ഛേദന വേളയിൽ ശിശുവിന് നൽകുവാൻ ദൈവം കൽപ്പിച്ചിരിക്കുന്ന പേര് യോഹന്നാൻ എന്ന് ഉച്ചരിക്കുമ്പോഴാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം സംസാരിച്ചു തുടങ്ങുന്ന സക്കറിയ ആദ്യമായി ഉച്ചരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രത്യാശയും അവിടുന്ന് നൽകുന്ന സമാധാനത്തെയും കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ടാണ്. ഈ സ്തോത്രഗീതത്തെ നമുക്ക് 3ആയി തിരിക്കാം. ഈ സ്തോത്രഗീതത്തിൻ്റെ ആദ്യ ഭാഗത്ത് സക്കറിയ ഇസ്രായേൽ ജനത്തോടും നമ്മോടും പങ്കുവയ്ക്കുക ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്. പ്രത്യാശ എന്നത് കേവലം ഒരു ശുഭാപ്തി വിശ്വാസമല്ല, മറിച്ച് പൂർവ പിതാക്കന്മാരായ അബ്രഹാത്തെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ജോസഫിനെയും തെരഞ്ഞെടുത്ത് അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് അവരുമായി നിത്യമായി ഉടമ്പടി ചെയ്ത ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്നും ദാവീദിന്റെ രാജവംശത്തിൽ നിന്ന് ഒരു രക്ഷകനെ ഉയർത്തി ഇസ്രായേലിനെയും സകല ജനപദങ്ങളെയും എല്ലാവിധത്തിലുള്ള ബന്ധനത്തിന്റെ നുകങ്ങളിൽ നിന്നും മോചിപ്പിക്കുമെന്നുള്ള സദ്വാർത്തയാണ് ഈ സ്തോത്രഗീതത്തിന്റെ ആദ്യ ഭാഗത്തിലൂടെ സക്കറിയ നമ്മളോട് പങ്കുവെക്കുക. ഈ സ്തോത്രഗീതത്തിന്റെ 2-ാമത്തെ ഭാഗം സക്കറിയ വരാനിരിക്കുന്ന രക്ഷകന് മുന്നോടിയായി അവന് വഴിയൊരുക്കാൻ പോകുന്ന തൻ്റെ പൊന്നോമന മകന്റെ ജീവിത നിയോഗത്തെക്കുറിച്ചുള്ള പ്രവചനമാണ് പങ്കുവെക്കുക. ഇസ്രായേൽ ജനത്തിന് അനുതാപത്തിന്റെ സ്നാനം നൽകിക്കൊണ്ട് അവരുടെ ഹൃദയങ്ങളെ രക്ഷകന് വേണ്ടി ഒരുക്കാനുള്ള നിയോഗമാണ് തൻ്റെ മകൻ്റേതെന്നാണ് ഈ സ്തോത്രഗീതത്തിൻ്റെ 2-ാമത്തെ ഭാഗത്തിലൂടെ സക്കറിയ പങ്കുവയ്ക്കുക. ഈ സ്തോത്രഗീതത്തിൻ്റെ 3-ാമത്തെ ഭാഗം വരാനിരിക്കുന്ന രക്ഷകന്റെ തന്നെ ജീവിത നിയോഗത്തെയാണ് സക്കറിയ പ്രവചിക്കുക. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും, മരണത്തിൽ നിന്ന് ജീവനിലേക്കും സകല ജനപദങ്ങളെയും നയിക്കാൻ പോകുന്ന നിത്യ പ്രകാശമാണ് വരാനിരിക്കുന്ന രക്ഷകനായ യേശുക്രിസ്തു. ഈ ഒരു സദ്വാർത്തയാണ് ഈ സ്തോത്രഗീതത്തിൻ്റെ അവസാന ഭാഗത്ത് സക്കറിയ പങ്കുവയ്ക്കുക. സ്നേഹമുള്ളവരെ, ഈ സ്തോത്രഗീതം നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിരാശയുടെ അംശങ്ങൾ ഉണ്ടെങ്കിൽ, നിരാശ നിറഞ്ഞ പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ നിരാശകളെ ഈ നിമിഷം നമുക്ക് ഈശോയ്ക്ക് പരിപൂർണമായി വിട്ടു നൽകാം. കാലിത്തൊഴുത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈശോ പൂജാതനായി നമ്മിൽ ഒരുവനായി മാറിയത് നമ്മുടെ നിരാശയുടെ നിമിഷങ്ങളെ അവനാകുന്ന പ്രത്യാശയാൽ നിറയ്ക്കുന്നതിന് വേണ്ടിയാണ്. ബെത്ലഹേമിലെ പുൽക്കൂടും
കാൽവരിയിലെ ശൂന്യമായ കല്ലറയും നമ്മോട് പങ്കുവെക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്. നിരാശയുടെ നിമിഷങ്ങളിൽ നാം ഒക്കെ ഒറ്റയ്ക്കല്ല, മറിച്ച് ദൈവം നമ്മോടുകൂടിയാണ്. സ്നേഹമുള്ളവരെ, ഈ ആഗമന കാലത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ പ്രത്യാശയിൽ നമുക്ക് വളരാം. ക്രിസ്തുവാണ് നമ്മുടെ പ്രത്യാശയെന്ന ബോധ്യത്തിൽ നമുക്ക് ആഴപ്പെടാം. അതിന് നല്ലവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.